പൊന്നിൻ സെൽവൻ നോവലിലും കഥകളിലും സിനിമയിലുമൊക്കെ വായിച്ചറിഞ്ഞിട്ടുള്ള തഞ്ചാവൂരിനെ പറ്റി അറിയണമെന്ന് വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ തഞ്ചാവൂരിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നത്. ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ സ്പെഷ്യലായിട്ട് ഞങ്ങൾക്ക് തോന്നിയ സ്ഥലവും തഞ്ചാവൂർ തന്നെ. ബൃഹദരേശ്വര ക്ഷേത്രവും അതിൻ്റെ ചുറ്റുപരിസരങ്ങളുമൊക്കെ എത്രയോളം ഭംഗിയുള്ളതാണെന്ന് അവിടെ ചെന്നറിയുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ശില്പവിദ്യയിലും സംഗീതത്തിലും പ്രഗത്ഭരായ തഞ്ചാവൂരിൻ്റെ ആ ഒരു മാസ്മരിക ലോകം കണ്ടിരിക്കാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയാമോ? ചോള രാജവംശകാലത്തെ നൃത്തകന്യകമാരുടെ രൂപം ഒട്ടും ഭംഗി ചോരാതെ കൊത്തുപണികൾ തീർത്ത ഈ അമ്പലത്തിന് മുകളിൽ 80 ടണ്ണോളം ഭാരമുള്ള കൂറ്റൻ മകുടം എങ്ങനെ ചേർത്ത് വെച്ചു എന്നുള്ളത് അത്ഭുതകരമായ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ്. തഞ്ചാവൂർ വരെ പോയി വരുമ്പം തഞ്ചാവൂർ തലയാട്ടി ബൊമ്മയെപ്പറ്റി പറയാതിരിക്കാനാവില്ല. തനതായ തലയാട്ടി ബൊമ്മകളും ഇന്ന് കാണുന്ന രീതിയിലുള്ള നൃത്തം ചെയ്യുന്ന തരത്തിലുള്ള തലയാട്ടി ബൊമ്മകളും കണ്ടാൽ അത് വാങ്ങാതെ വീട്ടിലേക്ക് വരാനും കഴിയില്ല. തഞ്ചാവൂരിൻ്റെ ഓർമ്മയ്ക്ക് ഞങ്ങളുടെ റൂമിലും എത്തി 2 തലയാട്ടി ബൊമ്മകൾ.